ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് ചെടിയെന്ന് പറയാൻ പറ്റുമോ അറിയില്ല, അതിൽ വേറെ ഒന്നും അധികം ആയില്ല. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുഴിച്ചിടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നേരിൽ കാണുന്നത്, അല്ലാതെ ഫോണിലും ഇതൊക്കെ കണ്ടിട്ടുണ്ട്, കയ്യിൽ കിട്ടുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ പൊള്ളാച്ചിയിലോട്ടൊക്കെ പോകുന്ന ആ വഴിക്കൊക്കെ ഇതിൻ്റെ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് അതിലേ പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. അപ്പോൾ ഇത് കണക്കത്തെ ചെടി നമ്മൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ സ്ലേറ്റ് മായ്ക്കാനൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ മുള്ളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ സ്ലേറ്റ് മായ്ക്കാനൊക്കെ എടുക്കും. അപ്പോൾ അതേ കണക്കൊക്കെ ഇരിക്കുന്നൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്കിത് കിട്ടിയിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി. അപ്പോൾ ഇരുന്ന് ഉണങ്ങി പോകണ്ടെന്ന് ഞാൻ വിചാരിച്ച് ഇതൊന്ന് നടാമെന്ന്. അങ്ങനെ ഞാൻ ചാക്കിൽ കുറച്ച് മണ്ണൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊരു പ്രതീക്ഷയല്ലേ, വെക്കുമ്പോൾ ഇതിനകത്ത് പിടിക്കും, ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പിടിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ ഇത് വെക്കാൻ പോവുകയാണേ. അപ്പോൾ എനിക്ക് ഈ ചെടി എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയണ്ടേ. ഇക്ക ചാനലിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ന്യൂസിൻ്റെ കാര്യത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, സെമീറ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണിത്, ഇത് നീ വെക്കണേന്നും പറഞ്ഞാൽ കൊണ്ട് തന്നത്. അപ്പോൾ എനിക്ക് വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചില്ലായിരുന്നു. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇത് നമുക്ക് കയ്യിൽ കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് വിധി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും കൂടെ പിടിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഇതൊക്കെ കട്ട് ചെയ്ത് പീസാക്കിയിട്ട് ഞാൻ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊക്കെ വേണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ എടുത്ത മണ്ണ് ഇച്ചിരി ഹാർഡായിട്ടുള്ള കട്ടിയുള്ള മണ്ണൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം വെച്ചിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കുമ്പോൾ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പീസാക്കി, ചില ഇതിനകത്തൊക്കെ വേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഇങ്ങനെ 2 പീസാക്കിയിട്ടാണ് ഞാൻ ഇത് വെച്ചത്. അത്യാവശ്യം ഇതിൻ്റെ സൈഡിലെല്ലാം നല്ലതുപോലെ മുള്ളുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ മുള്ളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുള്ള് തട്ടിയാൽ നല്ല കഴപ്പുള്ള വേദനയാണ്. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ചുറ്റും കൂടി നോക്കി നിൽക്കുകയാണ്, ഉമ്മിച്ചി എന്തൊട്ടാ അത് ചെയ്യുന്നതെന്നറിയാൻ വേണ്ടി. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കൃഷിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും വളങ്ങളോ എന്തെങ്കിലും വേണോ എന്നുള്ളത് എനിക്കൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പം ഇക്ക കൊണ്ട് തന്നിട്ട് അതിനെ ഉണക്കി കളയേണ്ടെന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മൊത്തവും കൂടെ വെക്കാൻ വെച്ചില്ലായിരുന്നു. ഞാനൊരു 4 പീസാണ് കേട്ടോ ഇവിടെ വെച്ചത്. അപ്പോൾ ദാണ്ട് ഇതിനകത്തൊക്കെ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് പൂച്ചെടികളൊക്കെ കുഴിച്ചിടാൻ നേരത്ത് ഉമ്മ പറയും, ഞാനിപ്പോൾ ഇത് ഉച്ചയ്ക്കാണ് കേട്ടോ ഈ ചെടി വെക്കുന്നത്. അപ്പോൾ ഉമ്മ പറയാറുണ്ട്, ഉച്ച നേരത്ത് വെച്ചുകൂടാ, രാവിലെ വെക്കണം അല്ലെങ്കിൽ വൈകിട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടോ ഗൈസ്? അപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് കേട്ടോ വെക്കുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം പിടിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.